കോഴിക്കോട് യുവാവിനെ ഇടിച്ചു വീഴ്ത്തി നിർത്താതെ പോയ കാർ കണ്ടെത്താൻ 2 കാറുകൾ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. അപകടം നടന്ന സമയത്തെ CCTV ക്യാമറകളിൽ പതിഞ്ഞ കാറുകളാണ് കസ്റ്റഡിയിലെടുത്തത്. ഉടമകളോട് സ്റ്റേഷനിലെത്താനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മിഥില ബാലൻ കോഴിക്കോട് നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. മിഥില, എപ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടായത്? ഈ രീതിയിൽ മറ്റു 2 കാറുകൾ കസ്റ്റഡിയിലെടുക്കുക വഴി എന്താണ് പോലീസിന്റെ നീക്കം? സമീർ സി മുഹമ്മദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായി ഇപ്പോൾ ചേരുന്നത്. സമീർ, വിശദാംശങ്ങൾ. പ്രജിൻ, കഴിഞ്ഞ ദിവസമാണ് വടകര വള്ളിക്കാട് ഒരു യുവാവിനെ ഇടിച്ച ശേഷം ഈ കാർ നിർത്താതെ പോയത്. ആ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പിന്നീട് ചികിത്സയ്ക്കിടെ മരിക്കുകയും ചെയ്തു. വള്ളിക്കാട് സ്വദേശിയായിട്ടുള്ള അമൽ കൃഷ്ണക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. ഈ അപകടം വരുത്തിയ ശേഷം നിർത്താതെ പോയ കാർ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് വടകര പോലീസ്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോൾ 2 ഇന്നോവ കാറുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അത് വിശദമായി പരിശോധിച്ചു വരികയാണ്. ഈ ഒരു കാർ ആയിരിക്കും ഈ അപകടം ഉണ്ടാക്കിയത് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ്. പ്രധാനമായും ആ അപകടമുണ്ടായ സമയത്ത് കടന്നുപോയ വാഹനങ്ങൾ, ആ അപകടമുണ്ടായ സമയത്ത് നാട്ടുകാർ നൽകിയിട്ടുള്ള മൊഴികൾ, ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ്, അവിടുന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ 2 ഇന്നോവ കാറുകൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. വിശദമായിട്ടുള്ള പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും ഫോറൻസിക് സംഘത്തിന്റെ വിശദമായിട്ടുള്ള പരിശോധനയാണ് ഉണ്ടാവുക. അപകടം വരുത്തിയത് ഏത് കാറാണ്, ഏത് ഇന്നോവ കാറാണ് എന്ന് കണ്ടെത്തുകയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ 2 കാറുകളുടെ ഉടമകളോടും സ്റ്റേഷനിൽ ഹാജരാവാനും വടകര പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഉടമകളെയും അതുപോലെ തന്നെ അത് ഡ്രൈവ് ചെയ്തവരാരാണോ അവരോടും സ്റ്റേഷനിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരെ വിശദമായി ചോദ്യം ചെയ്യും. അതിനുശേഷം ഈ കൃത്യമായ അതായത് അപകടം വരുത്തിയ കാർ ഏതാണ് എന്ന് കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. അപകടം വരുത്തി എന്നറിഞ്ഞിട്ടും നിർത്താതെ പോയി. മാത്രമല്ല, അതിനൊടുവിലാണ് ആ യുവാവിനെ ദാരുണാന്ത്യം സംഭവിക്കുകയും ചെയ്തത്. ആ വേളയിൽ ആ ഡ്രൈവർ വാഹനം നിർത്തുകയും യുവാവിനെ ചികിത്സിക്കാൻ തയ്യാറാവുകയും ചെയ്തിരുന്നുവെങ്കിൽ, ആശുപത്രിയിൽ എത്തിക്കാൻ തയ്യാറാവുകയും ചെയ്തിരുന്നെങ്കിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകുമായിരുന്നില്ല, മരണം സംഭവിക്കുമായിരുന്നില്ല. അത്തരത്തിലുള്ള ഒരു ദാരുണമായ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നാണ് വടകര പോലീസ് അറിയിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ 2 ഇന്നോവ കാറുകൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.